നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ കണ്ട അടിപൊളിയായിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചതാണ്. ഞങ്ങൾ അവിടുന്ന് ഒരു 8 മണിക്ക് അവിടുന്ന് യാത്ര ആരംഭിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 11:15 എത്തിയിട്ടോ. ഇനി ഇവിടെ ലേ ഓവറുണ്ട്. എനിക്ക് ഇവിടെ വന്ന് നമുക്ക് ലോഞ്ചൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് 7 o'clock എനിക്ക് കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ ടെർമിനൽ 3 ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കുറേ വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ വന്ന ഡൽഹിയുടെ സെറ്റപ്പ് അല്ല കേട്ടോ. കുറേ വർക്കുകൾ നടന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, വർക്ക് കുറേ റിനോവേഷൻ വർക്ക്സ് നടന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ 2 സൈഡും കോഫി ഷോപ്സും ബാഗ് കളക്ഷനൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. കളക്ട് ചെയ്തിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം അവിടെ പോയി ഇരിക്കാൻ. ടെർമിനൽ 3 വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എന്തായാലും കുറേ സമയമുണ്ടല്ലോ, നമുക്ക് ലോഞ്ചിലൊന്ന് പോവാം, അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഓക്കെ, നമ്മൾ നേരത്തെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ ഒരു 11:30 ഇപ്പോൾ എത്തിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഡൽഹി എയർപോർട്ട് കേട്ടോ. ഇവിടെ കുറേ റിനോവേഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ കംപ്ലീറ്റ് ആയി തോന്നുന്നു. ഇപ്പോൾ ടെർമിനൽ 3 നിൽക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ കംപ്ലീറ്റ് ഭയങ്കര റഷാണ്. ഇവിടെ 2 എലിഫൻറ്റിന് കണ്ടോ. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് ടൈം 6 o'clock. അപ്പോൾ 3 മണിക്ക് അവർ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഇവിടെ ഇരിക്കുക. കണ്ടോ, റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ വെറുതെ ഒന്നിങ്ങനെ എയർപോർട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറേ ഞാനത് അവിടുന്ന് കാണില്ലേ, അറ്റത്തുനിന്ന് ആട്ടങ്ങോട്ട് കയറി വന്ന. ഇവിടെ വിരിക്കാൻ പോലും സ്ഥലമില്ല, ഭയങ്കര റഷാണ്. ഇപ്പോൾ ഇതല്ലേ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര റഷാണ്. ഇത് ഓരോ ഫ്ലൈറ്റ്സിൻ്റെയും ഇതാണ് കേട്ടോ, ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ അറ്റത്താണ്, വിസ്താരയുടെ ഏറ്റവും അറ്റത്താട്ടോ. ഇത് വേറെ കമ്പനിയുടെ, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ ഇനി കുറേ നേരം റെസ്റ്റ് എടുക്കണം. അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിക്കണം. ഞാൻ ഈ എയർപോർട്ടിൻ്റെ അകമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു.